നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ജനപക്ഷം ചെയർമാൻ പി.സി. ജോർജ്. പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രി. തോമസ് ചാഴിക്കാടൻ എം.പിയെ അപമാനിച്ച മന്ത്രിസഭയിൽ നിന്നും കേരള കോൺഗ്രസ് എം പുറത്തുവരണമെന്നും പി.സി. ജോർജ്. തോമസ് ചാഴിക്കാടൻ എം.പിയെ മുഖ്യമന്ത്രി അപമാനിച്ചതിന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി മറുപടി പറയണമെന്ന് മാത്യു കുഴൽനാടൻ എം.എൽ.എ. ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന പാർട്ടികൾ ഭയത്തിന്റെ നിഴലിലാണ്. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനം സമാപിച്ചു. കുറിച്ചി സുധാ ഫിനാൻസ് കവർച്ച. മുഖ്യപ്രതി കോടതിയിൽ കീഴടങ്ങിയത് പത്തനംതിട്ട കലഞ്ഞൂർ സ്വദേശി ഫൈസൽ രാജ്. വാർത്തകൾ വിശദമായി. കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്ന് കേരള ജനപക്ഷം ചെയർമാൻ പി.സി. ജോർജ്. പിണറായി വിജയൻ തങ്ങളുടെ എം.പിയെ അപമാനിച്ച സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എം സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് മുന്നണി വിട്ട് പുറത്തുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഇത്ര ഉത്തരവാദിത്തരഹിതമായ മന്ത്രിസഭ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്നും പി.സി. ജോർജ് പറഞ്ഞു. പിണറായി വിജയൻ തങ്ങളുടെ എം.പിയെ പരസ്യമായി ആക്ഷേപിച്ച സാഹചര്യത്തിൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് കേരള കോൺഗ്രസ് എം മുന്നണിക്ക് പുറത്തുവരണമെന്ന് പ്രസ് ക്ലബ്ബിൽ ജനപക്ഷം ചെയർമാൻ പി.സി. ജോർജ് ആവശ്യപ്പെട്ടു. കേരളത്തിലെ റബ്ബർ കൃഷിക്കാരുടെ പ്രശ്നം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനാണ് ചാഴിക്കാടൻ ചെയ്ത തെറ്റ്. ഒരു മുഖ്യമന്ത്രി എം.പിയെ വിമർശിച്ച ചരിത്രം കേരള ചരിത്രത്തിലില്ല. നമ്മുടെ ചാഴികാടൻ എം.പി അയാൾക്ക് വോട്ട് ചെയ്ത ജനങ്ങളെ മുഴുവൻ അപമാനിച്ചിരിക്കുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അയാൾക്ക് നാണവും മാനവും ഇല്ല, പക്ഷേ ജനങ്ങൾക്ക് നാണവും മാനവും ഉണ്ട്. എന്താ എം.പി ചെയ്ത പാപം? ചാഴികാടൻ കേരളത്തിലെ റബ്ബർ കൃഷിക്കാരുടെ പ്രശ്നം മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന ഏക കാര്യത്തിന് വേണ്ടി അയാളെ പരസ്യമായി അപമാനിച്ചു. ഒരു എം.പിയെ, ഒരു ജനപ്രതിനിധിയെ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ അപമാനിച്ച ചരിത്രം ആദ്യമാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ. റബ്ബർ എന്ന് കേട്ടാൽ പിണറായിക്ക് ഹാലിളക്കമാണ്. അതിനാലാണ് ചാഴിക്കാടനെ പരസ്യമായി അപമാനിച്ചതെന്നും അപമാനമേറ്റിട്ടും ചാഴിക്കാടന് മാനക്കേടില്ല, പക്ഷേ ജനങ്ങൾക്ക് മാനമുണ്ടെന്നും ഇത്രയും പുലഭ്യം കേട്ടിട്ടും മിണ്ടാതെ നടക്കുകയാണ് ചാഴിക്കാടൻ. പിണറായിയുടെ മുഖത്തു നോക്കി പരസ്യമായി മറുപടി പറയാൻ ചാഴിക്കാടൻ തയ്യാറാകേണ്ടിയിരുന്നുവെന്നും പി.സി. ജോർജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ തോമസ് ചാഴിക്കാടൻ എം.പിയെ അപമാനിച്ച മുഖ്യമന്ത്രിയുടെ നടപടിയിൽ മറുപടി പറയേണ്ടത് ജോസ് കെ മാണിയാണെന്ന് മാത്യു കുഴൽനാടൻ എം.എൽ.എ. ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന പാർട്ടികൾ ഭയത്തിന്റെ നിഴലിലാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാത്യു കുഴൽനാടൻ. റബ്ബർ കർഷകന്റെ പ്രയാസങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ തോമസ് ചാഴിക്കാടൻ എം.പിക്ക് മുഖ്യമന്ത്രിയിൽ നിന്നേറ്റ അപമാനത്തിന് മറുപടി പറയേണ്ടത് ജോസ് കെ മാണിയാണെന്നും മാത്യു കുഴൽനാടൻ എം.എൽ.എ. അഭിപ്രായപ്പെട്ടു. ദാസ്യന്മാരെ പോലെ ഇടതുമുന്നണിയിൽ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ സഹതാപം മാത്രമാണുള്ളത്. ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന പാർട്ടികൾ ഇന്ന് ഭയത്തിന്റെ പിടിയിലാണ്. CPM ഭയപ്പെടുന്നത് പിണറായി വിജയൻ എന്ന നേതാവിനെയാണെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് P.K. മണിലാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് K.R. കുറുപ്പ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് K.V. മുരളി, മുനിസിപ്പൽ കൗൺസിലർ പ്രൊഫസർ സതീഷ് ചോളാനി, DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പുന്നത്താനം, സംഘാടന ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനവും നടന്നു. ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സമ്മേളന നഗരിയിൽ സമാപിച്ചു. ജില്ലാ സമ്മേളനത്തിൽ ചാണ്ടി ഉമ്മൻ എം.എൽ.എക്ക് സ്വീകരണം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കുറിച്ചി മന്ദിരം കവലയിലെ സുധാ ഫിനാൻസ് കവർച്ച കേസിലെ മുഖ്യപ്രതി പത്തനംതിട്ട കോടതിയിൽ കീഴടങ്ങി. പത്തനംതിട്ട കലഞ്ഞൂർ സ്വദേശി ഫൈസൽ രാജാണ് കീഴടങ്ങിയത്. സംഭവത്തിൽ ഇയാളുടെ കൂട്ടുപ്രതി അനീഷ് ആന്റണിയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഓഗസ്റ്റ് 5, 6 തീയതികളിലാണ് കുറിച്ചി മന്ദിരം കവലയിൽ പ്രവർത്തിക്കുന്ന സുധാ ഫിനാൻസ് എന്ന സ്ഥാപനത്തിൽ നിന്നും വൻതോതിൽ കവർച്ച നടന്നത്. 4.5 കിലോ സ്വർണവും 8 ലക്ഷം രൂപയും മുദ്രപത്രങ്ങളും സ്ഥാപനത്തിൽ നിന്നും നഷ്ടപ്പെട്ടിരുന്നു. CCTV ദൃശ്യങ്ങളോ സാക്ഷികളോ ഇല്ലാതിരുന്നിട്ടും ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതികളിൽ ഒരാളായ അനീഷ് ആന്റണിയെ എറണാകുളത്തു നിന്നും നേരത്തെ പിടികൂടിയിരുന്നു. എന്നാൽ മുഖ്യപ്രതിയായ കലഞ്ഞൂർ സ്വദേശി ഫൈസൽ രാജ് ഒളിവിൽ പോവുകയായിരുന്നു. ഇയാൾ വ്യാഴാഴ്ചയാണ് പത്തനംതിട്ട കോടതിയിൽ കീഴടങ്ങിയത്. ഇയാളെ പോലീസ് റിമാൻഡ് ചെയ്തു. കുഴിമറ്റം പാറപ്പുറം പരമാനന്ദലയത്തിൽ AR പരമേശ്വരൻ നായരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് സുധാ ഫിനാൻസ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാരാമെഡിക്കൽ കോർഡിനേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ DMO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി.
CITU ജില്ലാ പ്രസിഡന്റ് റെജി സക്കറിയ സമരം ഉദ്ഘാടനം ചെയ്തു. തൊഴിലും തൊഴിലിടങ്ങളും സംരക്ഷിക്കുക, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ചട്ടങ്ങളിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാരാമെഡിക്കൽ കോർഡിനേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റി DMO ഓഫീസ് മാർച്ചും ധർണയും നടത്തി. കളക്ടറേറ്റ് പടിക്കൽ നടന്ന ധർണ CITU ജില്ലാ പ്രസിഡന്റ് റെജി സക്കറിയ ഉദ്ഘാടനം ചെയ്തു. പാരാമെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കാൻ ഗവൺമെന്റ് ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാവേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബെസേലിയസ് കോളേജിന് സമീപത്തു നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. MLOA കോട്ടയം ജില്ലാ പ്രസിഡന്റ് ബിനോ ജോൺ അധ്യക്ഷത വഹിച്ചു. കേരള വ്യാപാരി വ്യവസായി സമിതി സ്റ്റേറ്റ് സെക്രട്ടറി ES ബിജു, സ്റ്റേറ്റ് കൺവീനർ ഷെരീഫ് പാലോളിൽ, ജസ്റ്റിൻ മാത്യു, രാജേഷ് S, ഗിരിജ പ്രസാദ്, രാജേന്ദ്രൻ, രാജു ചാക്കോ, ടോജോ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം 5ാം ദിവസത്തിലെത്തി. പ്രധാന ഭാഗമായ രുക്മിണി സ്വയംവരമാണ് വെള്ളിയാഴ്ച പാരായണം ചെയ്തത്. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം 5ാം ദിവസം പിന്നിട്ടു. രാവിലെ ക്ഷേത്രത്തിലെ പതിവ് പൂജകൾക്ക് ശേഷം വിഷ്ണു സഹസ്രനാമ ജപം, ഗ്രന്ഥ നമസ്കാരം എന്നിവയ്ക്ക് ശേഷമാണ് പാരായണം ആരംഭിച്ചത്. പൂതനാമോക്ഷം, ബാലലീല, കാളിയമർദ്ദനം, രാസലീല, കംസവധം, ഉദ്ധവദൂത് എന്നീ ഭാഗങ്ങൾ പാരായണം ചെയ്ത ശേഷമായിരുന്നു രുക്മിണി സ്വയംവരം. ഓജോ ഭജാദോ അനുഭജന്ത്യേകേത വിപര്യം നോ ഭയം ച ഭജന്തേക ഏതന്നോ ബ്രൂഹി സാധുവോ. ശ്രീ ഭഗവാൻ വാച മിതോ ഭജന്തേ സഖ്യ സ്വാതകാന്തോദ്യമാഖിതേന തത്ര സൗഗതം ധർമ്മസ്വാത്ഥാർത്ഥം തദ്ധിധാന്യതാ ഭജന്തേ ഭജതോ യേ വൈ കരുണാ പിതരോ യഥാ ധർമ്മോ നിരഭവദാത്രോ സൗഗതം ച സമുദ്യമാ ഭജോദ്വിനാ വൈ കേജി ഭജന്ത്യ. സപ്താഹയജ്ഞത്തിലും പ്രസാദമൂട്ടിലും പങ്കെടുക്കാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തുന്നത്. പയ്യന്നൂർ കൂടൽവള്ളി കേശവൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഈ മാസം 10-ന് ആരംഭിച്ച സപ്താഹം ഞായറാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമായ കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വൃശ്ചികം 1 മുതൽ നടത്തിവരുന്ന തത്വമസി അന്നദാന പദ്ധതിയിൽ തിരക്കേറി. വിഗ്രഹ ദർശന ദിവസമായ 14-ന് ഇവിടെ എത്തിയ മുഴുവൻ അയ്യപ്പ ഭക്തർക്കും പായസം കൂട്ടി സദ്യയാണ് ഒരുക്കിയിരുന്നത്. ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിനോടൊപ്പം മണ്ഡല മകരവിളക്ക് മഹോത്സവമായ വിശ്വമോഹനത്തോടനുബന്ധിച്ചുള്ള തത്വമസി അന്നദാന പദ്ധതിയിലൂടെ ഭക്തർക്ക് രാവിലെ 9 മണി മുതൽ 3 നേരവും അന്നദാനവും നടത്തിവരുന്നു. എന്നാൽ വിഗ്രഹ ദർശന ദിവസമായ വെള്ളിയാഴ്ച പായസം കൂട്ടിയുള്ള സദ്യയാണ് ഒരുക്കിയിരുന്നത്. ഇത്തവണ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടതെന്ന് കടപ്പാട്ടൂർ ദേവസ്വം സെക്രട്ടറി പറഞ്ഞു. ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഇടത്താവളമായ കടപ്പാട്ടൂർ ക്ഷേത്രത്തിലും എല്ലാ ദിവസവും ഭക്തജനങ്ങൾക്ക് അന്നദാനം കഴിച്ച് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ നിന്ന് ശബരിമലയ്ക്ക് യാത്രയാകുന്നത്. ശബരിമലയ്ക്ക് യാത്രയാകുന്ന ഭക്തർ അവർക്ക് യഥാവിധി അവരിവിടെ സംഭാവനകളും അർപ്പിച്ചതിന് ശേഷമാണ് മുന്നോട്ട് യാത്രയായി അവർ ശബരിമലയ്ക്ക് പോകുന്നത്. ഈ വർഷവും അഭൂതപൂർവമായ തിരക്കാണ് നമ്മളിവിടെ അനുഭവപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ ഒരു ലക്ഷക്കണക്കിന് അയ്യപ്പൻ ഭക്തർ ഇവിടെ വന്ന് തീർത്ഥാടനം നടത്തി ശബരിമലയിലേക്ക് പോകുന്നുണ്ട്. കേരളത്തിന്റെ വടക്കേ അറ്റം മുതലുള്ള ഭക്തജനങ്ങൾ തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളുമായി അന്നദാന പദ്ധതിയിൽ പങ്കാളികളാകാൻ ക്ഷേത്രത്തിൽ എത്തുന്ന കാഴ്ച പതിവാണ്. പല ഇടത്താവളങ്ങൾ താണ്ടിയാണ് തങ്ങൾ ഇവിടെ വരുന്നതെന്ന് ഭക്തർ പറയുന്നു. നിത്യേന ആയിരക്കണക്കിന് ഭക്തർക്ക് ആഹാരം നൽകുന്ന ബൃഹത് പദ്ധതിയാണ് ഇത്. അന്നദാനം മഹാദാനം പദ്ധതിയിൽ പങ്കാളികളാകുന്നതിന് ഒരു ദിവസത്തെ അന്നദാനത്തിന് 10,000 രൂപയും ഒരു നേരത്തെ അന്നദാനത്തിന് 6,000 രൂപയുമാണ് ദേവസ്വം ഈടാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കൂരാലിക്ക് സമീപം മഞ്ചക്കുഴിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനം ബൈക്കുമായി കൂട്ടിയിടിച്ച് അപകടത്തിൽ ബൈക്ക് യാത്രികൻ പാലാ KSRTC ഡിപ്പോയിലെ ഡ്രൈവർ കൂരാലി മാളിയക്കൽ അനിൽ മരിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ 3:45 അപകടം. അറിയിപ്പ്. ചേലപ്പാടി RVG ഗവൺമെന്റ് VHSSൽ VHSC വിഭാഗത്തിൽ അഗ്രികൾച്ചർ അധ്യാപക തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. BSc അഗ്രികൾച്ചർ യോഗ്യതയുള്ളവർ 19/2 അഭിമുഖത്തിന് പങ്കെടുക്കണം. പൊൻകുന്നം ഖാദി ഗ്രാമോദ്യാൻ ഭവനിൽ ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് ജനുവരി 6 വരെ 30% റിബേറ്റ് നൽകും. അസാപ് കേരളയുടെ പാമ്പാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സൗജന്യ യോഗ ഇൻസ്ട്രക്ടർ കോഴ്സിന് സീറ്റുകൾ ഒഴിവുണ്ട്. വിവരങ്ങൾക്ക് ഫോൺ 8921 636122. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ജനപക്ഷം ചെയർമാൻ PC ജോർജ്. പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രി. തോമസ് ചാഴിക്കാടൻ MPയെ അപമാനിച്ച മന്ത്രിസഭയിൽ നിന്നും കേരള കോൺഗ്രസ് M പുറത്തുവരണമെന്നും PC ജോർജ്. തോമസ് ചാഴിക്കാടൻ MPയെ മുഖ്യമന്ത്രി അപമാനിച്ചതിന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി മറുപടി പറയണമെന്ന് മാത്യു കുഴൽനാടൻ MLA. ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന പാർട്ടികൾ ഭയത്തിന്റെ നിഴലിലാണ്. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനം സമാപിച്ചു. കുറിച്ചി സുധാ ഫിനാൻസ് കവർച്ച മുഖ്യപ്രതി കോടതിയിൽ കീഴടങ്ങിയത് പത്തനംതിട്ട കലഞ്ഞൂർ സ്വദേശി ഫൈസൽ രാജ്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.